ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ നിവിൻ പോളിയുടെ ഒരു പുതിയ മൂവിയുടെ ട്രെയിലർ. മൂവിയുടെ പേരാണ് പ്രതിച്ഛായ എന്ന് പറഞ്ഞ മൂവി. ആ മൂവിനെ നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോവുകയാണ്. സോ ആ മൂവിയുടെ ട്രെയിലർ നമ്മുടെ മോഹൻലാലൊക്കെ വന്നിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. വലിയൊരു പ്രോഗ്രാമായിട്ടായിരുന്നു. നിവിൻ പോളി പ്രധാന കഥാപാത്രത്തിലെത്തുന്നൊരു മൂവിയാണ് ഈ ഒരു മൂവി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പോൾ അത് കണ്ടപ്പോൾ പണ്ട് കായംകുളം കൊച്ചുണ്ണിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ തന്നെ മോഹൻലാൽ തന്നെയായിരുന്നു വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ട്രെയിലർ. അപ്പോൾ അത് അതേപോലെ തന്നെ ഇപ്രാവശ്യം ഈ പ്രതിച്ഛായ എന്ന് പറഞ്ഞൊരു മൂവിയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്തത്, അതായത് നമ്മുടെ ആറാട്ടം ആ മൂവിയൊക്കെ എടുത്ത് ഇപ്പോൾ ക്രിസ്റ്റഫർ പിന്നെ അങ്ങനെയുള്ള മൂവികളും ലാലേട്ടനും ഒക്കെ ആയിട്ടുള്ള മൂവികളെടുത്ത ഡയറക്ടറാണ് ഈ ഒരു മൂവി ഇത് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു ട്രെയിലർ നമുക്ക് കണ്ടുനോക്കാം. ഓ, ശ്രീഗോകുലം അതാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ മൂവി. ഇത് കാണുമ്പോൾ രാമലീല ഓർമ്മ വരിക, ഏകദേശം അതുപോലൊക്കെ തോന്നുന്നു. ബാലേന്ദ്രൻ മേനോൻ. ഷറഫുദ്ദീനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അന്ന. ഹർഷേഷോകനൊക്കെ ഉണ്ട്. ലൂസിഫർ പോലെ ഉണ്ടല്ലേ. ഓ, നല്ല സിനിമാറ്റോഗ്രാഫി കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട് മൂവിക്ക്. പ്രതിച്ഛായ. വാവ്, അത് കൊള്ളായിരുന്നു. നമ്മളിപ്പോൾ കണ്ടത് പ്രതിച്ഛായ എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലറാണ്, പിന്നെ ലോഞ്ച് ചെയ്ത ഒരു മൂവിയുടെ ട്രെയിലർ. അത്യാവശ്യം നല്ലൊരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ടാണിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് രാമലീല, അത് നമുക്ക് ഇതിലൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. കാരണം അതിൻ്റെ ഒരു ടെംപ്ലേറ്റ്, പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ, ബിസിനസ് ഡീൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ അതുപോലെ ലൂസിഫർ, ആ മൂവിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ചിലതൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജേണി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഈ മൂവി എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആയിട്ടാണ് ഇപ്പോൾ വരുന്ന മൂപ്പരുടെ മൂവികളൊക്കെ പറയുന്നത്. ഇപ്പോൾ സർവ്വമായം വന്നതുപോലെ ബേബികൾ വന്നു, പിന്നെ അടുത്ത് വരാൻ പോകുന്ന ഈ ഒരു മൂവിയാണ്. അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഒരു മൂവിയായി മാറട്ടെ. കാരണം നല്ല നല്ല മൂവികൾ ഇതുപോലെ പൊളിറ്റിക്കൽ ത്രില്ലറുകളായിട്ട് കുറേ കാലമായി വന്നിട്ട്, അപ്പോൾ അങ്ങനൊരു മൂവി വരുമ്പോൾ ഓഡിയൻസ് അത് നല്ല രീതിയിൽ ഏറ്റെടുക്കും. പിന്നെ ഇതിൽ മെയിനായിട്ട് കഥാപാത്രങ്ങളെ അഭിനയിച്ചത് അന്ന, അതുപോലെ ഷറഫുദ്ദീൻ, അവരൊക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അവരെ കാണിച്ചിട്ടുണ്ട്. ഇത്തിരി സീരിയസ് ആയിട്ട് പറഞ്ഞ എൻ്റർടൈൻമെൻ്റ് അല്ല, ഇത്തിരി സീരിയസ് ആയി പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശ്രീഗോകുലാണ്.
പിന്നെ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ബി ഉണ്ണികൃഷ്ണൻ, അതായത് ആറാട്ട് ക്രിസ്റ്റഫർ. ആ മൂവിയൊക്കെ ചെയ്ത ആ ഒരു ഡയറക്ടറാണ് ഈ ഒരു മൂവി ചെയ്തത്. അപ്പോൾ അതിനുള്ള ക്വാളിറ്റി ഇതിലുണ്ടാവും. ഇപ്പോൾ ശ്രീഗോകുലത്തിന് തന്നെ ഇപ്പോൾ കഴിഞ്ഞ മൂവികൾ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ പബ്ബ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് നമ്മുടെ നിവിൻ പോളിയുടെ പടം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉണ്ട് മൂവിക്ക്. അതുപോലെ നല്ലൊരു സ്റ്റോറി പറഞ്ഞൊരു മൂവി ആയിരിക്കും. അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിലുള്ളൊരു പൊളിറ്റിക്കൽ മൂവി ആയിട്ടാണ് ഈ ഒരു മൂവി എൻ്റെ ഒരു ഇതിൽ കാണുന്നത് ഞാൻ. സോ നിവിൻ പോളിയുടെ നല്ലൊരു മൂവിയായി മാറട്ടെ. അപ്പോൾ ഈ ഒരു മൂവിയുടെ റിയാക്ഷൻ വീഡിയോ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു.